കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഓരോ പൊസിഷൻ തിരിച്ച് പ്ലേയേഴ്സിനെ പറ്റി സംസാരിക്കുന്ന ഈ ഒരു സീരീസിൽ നമ്മളിന്ന് ബ്ലാസ്റ്റേഴ്സിൻ്റെ ഡിഫൻഡേഴ്സിനെ പറ്റിയാണ് സംസാരിക്കുന്നത്. നമ്മൾ ഓൾറെഡി ഗോൾ കീപ്പേഴ്സിനെ പറ്റി സംസാരിച്ചൊരു വീഡിയോ കഴിഞ്ഞ ദിവസം ചെയ്തതാണ്. ഡിഫൻഡേഴ്സിലേക്ക് വരുന്നൊരു സമയത്ത് നമുക്ക് ഏറെക്കുറെ പ്ലേയേഴ്സിനെയൊക്കെ നിലനിർത്താൻ സാധിച്ചിട്ടുണ്ട്. ചെറിയ ചില അഡീഷൻസ് മാത്രമാണ് ഈ സീസണിൽ നടന്നിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇതിൽ സെൻട്രൽ ബാക്സിലേക്ക് വരുന്ന സമയത്ത് വിദേശ താരം എന്ന നിലയിൽ ആദ്യം മിലോസ് ട്രിഞ്ചിച്ച് വിദേശ സെൻട്രൽ ബാക്ക് എന്ന നിലയിൽ കഴിഞ്ഞ സീസൺ വന്ന പ്ലെയറാണ്. ഇപ്പം ഈ സീസണിൽ ഒരു വൈസ് ക്യാപ്റ്റനായിട്ടൊക്കെ വരെ അവരോധിക്കപ്പെട്ടിട്ടുള്ളൊരു താരമാണ്. ലാസ്റ്റ് സീസണിൽ നമുക്കറിയാം ലെസ്കോവിച്ചിൻ്റെ ഒരു ബാക്കപ്പ് ഓപ്ഷനായിട്ട് വന്ന് പിന്നീട് ലെസ്കോവിച്ചിന് ഇഞ്ചേർഡ് ആയപ്പോഴത്തേക്കും മെജോറിറ്റി ഓഫ് ടൈം കളിക്കേണ്ടി വന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു പെർഫോമൻസിനെ പറ്റി പറഞ്ഞാൽ അപ്പ് ആൻഡ് ഡൗൺസ് ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പെർഫോമൻസിൽ നമുക്കറിയാം സെക്കൻഡ് ഫേസ് ഓഫ് ദി ISL കുറച്ച് ഡൗൺ ആയിരുന്നു. പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ആറ്റിറ്റ്യൂഡ് ഇട്ട് കളിക്കുന്നൊരു പ്ലെയറാണ്. ഒരു സ്റ്റോപ്പർ എന്ന നിലയിൽ മികച്ചതാണ് എന്നുള്ളതാണ്. പക്ഷേ ഹൈലി ടെക്നിക്കലായിട്ടുള്ളൊരു പ്ലെയർ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ല. അതുപോലെ തന്നെ പല വീക്ക്നെസ്സസും ഉണ്ട്. പ്രത്യേകിച്ച് നമ്മളിപ്പോൾ ഒരു ഹൈ ലൈൻ ഡിഫൻസിലേക്ക് കളിക്കുന്ന സാഹചര്യത്തിൽ ഇദ്ദേഹമാണ് സെൻട്രൽ ബാക്കിലെങ്കിൽ അത് പൊട്ടാനൊക്കെയുള്ള സാഹചര്യങ്ങളുണ്ട്. അങ്ങനെ വീക്ക്നെസ്സസും ഉള്ള ഒരു പ്ലെയർ തന്നെയാണ്. ഒരു ട്രൂ ലീഡർ ആണെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാലും അതിലും എനിക്ക് ഡൗട്ട്ഫുള്ളുണ്ട്. അതൊക്കെ മാറ്റി ഈ സീസണിൽ അദ്ദേഹം എങ്ങനെ പെർഫോം ചെയ്യുന്നു എന്നുള്ളത് നോക്കണം. എന്നാണെങ്കിലും മറ്റൊരു സെൻട്രൽ ബാക്ക് എന്ന നിലയിൽ വരുന്നത് അലക്സാണ്ടർ കൊയ്ഫ് എന്ന് പറഞ്ഞിട്ടുള്ള ഫ്രഞ്ച് സെൻട്രൽ ബാക്ക് ആയിട്ടുള്ളൊരു പ്ലെയറാണ്. ഇദ്ദേഹത്തിന് നമുക്കറിയാം വലിയ എക്സ്പീരിയൻസ് ഉള്ള വലിയൊരു പ്രൊഫൈൽ ഒക്കെ ആയിട്ട് വരുന്നൊരു പ്ലെയറാണ്. സോ ഇദ്ദേഹം തന്നെ ആയിരിക്കും ഒരു ഫസ്റ്റ് ചോയ്സ് സെൻട്രൽ ബാക്ക്, ഒരു ഫോറിൻ സെൻട്രൽ ബാക്ക് എന്ന നിലയിൽ തന്നെയാണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. പിന്നെ ഇദ്ദേഹത്തെ പറ്റി പറയുമ്പോഴത്തേക്കും വളരെ ഒരു ടെക്നിക്കലി നല്ല പ്ലെയറാണ്. അതുപോലെ ഒരു മോഡേൺ ഡേ സെൻട്രൽ ബാക്ക് എന്നൊക്കെ നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയുന്ന ഒരു പ്ലെയറാണ്. അദ്ദേഹം ആ ഒരു ക്രിയേറ്റീവ് എബിലിറ്റിയൊക്കെ ഉണ്ട്. പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു വേഴ്സറ്റാലിറ്റിയൊക്കെ ഉണ്ട്. ഒരു DM ആയിട്ടും RB ആയിട്ടും ഒക്കെ കളിക്കാൻ പറ്റും. ഇപ്പം അദ്ദേഹത്തിൻ്റെ ഒരു ക്രിയേറ്റിവിറ്റിയെ പറ്റി പറയുകയാണെങ്കിൽ നമ്മൾ ഡുറൻ കപ്പിൽ വളരെ കുറച്ച് മിനിറ്റ്സ് അദ്ദേഹം കളിച്ചിട്ടുള്ളൂ. ആ സമയത്ത് തന്നെ ചില മിന്നലാട്ടങ്ങൾ ഗ്ലിംസസ് നമ്മൾ കണ്ടിരുന്നു. അതുപോലെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം മുഹമ്മദിനെതിരെ KBFC ഒരു പ്രീ സീസൺ മാച്ച് കളിച്ചാൽ അദ്ദേഹത്തിൻ്റെ ഒരു എക്സലൻ്റ് ആയിട്ടുള്ളൊരു അസിസ്റ്റും നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. പിന്നെ സെൻട്രൽ ബാക്സ് എന്ന നിലയിൽ ഇന്ത്യൻ സെൻട്രൽ ബാക്സ് എന്ന നിലയിൽ ഒരു കോമ്പറ്റീഷനാണ് പ്രീതം കോട്ടാലും ഹോമി പാമും തമ്മിൽ. ഇതിൽ ആര് ഫസ്റ്റ് ചോയ്സ് ആയിട്ട് ഒരു ഫോറിനർക്കൊപ്പം കളിക്കുമെന്നുള്ളത് കോച്ചിനെ സംബന്ധിച്ചിടത്തോളം അതൊരു സുഖമുള്ള തലവേദനയായിരിക്കും ആര് വരും എന്നുള്ളത്. കാരണം ഇപ്പം കുറച്ച് ആരാധകരോട് തന്നെ ചോദിച്ചു കഴിഞ്ഞാലും ചില ആളുകൾ പ്രീതം കോട്ടാലെന്ന് പറയാം, ചില ആളുകൾ ഹോമി പാമെന്ന് പറയാം. അങ്ങനെ ഒരു പക്ഷം തന്നെ ചേരാനുള്ള സാഹചര്യമുണ്ട്. സോ അത് നല്ലതാണ്. മിക്ക ടീംസിനും അങ്ങനത്തെ ഒരു സാഹചര്യമില്ല. നമുക്ക് അത്യാവശ്യം നല്ലൊരു ഡെപ്തുള്ള മേഖല തന്നെയാണ് ഇന്ത്യൻ സെൻട്രൽ ബാക്സിൻ്റെ എന്നുള്ളത്. അതിനോടൊപ്പം ബിജോയ് വർഗീസും കൂടി ചേരും. കാരണം അദ്ദേഹം ഒരു ഇഞ്ചറി കഴിഞ്ഞ് ഇപ്പം മാത്രമാണ് ജോയിൻ ചെയ്യാൻ പോകുന്നത്. അപ്പം ഇദ്ദേഹത്തെ പറ്റി പറയുമ്പോഴത്തേക്കും ഇവാൻ നെറയിൽ 2 സീസൺ അത്യാവശ്യം കളിച്ചിരുന്നു. നല്ല ബ്രേവായിട്ടൊക്കെ ഉള്ളൊരു പ്ലെയറാണ്. ലാസ്റ്റ് സീസൺ ഇന്റർകാഷി നല്ല രീതിയിൽ പെർഫോം ചെയ്യുമ്പോഴാണ് ഒരു വലിയ ഇഞ്ചറി പറ്റുന്നതും കുറേ നാളുകൾ അദ്ദേഹത്തിന് കളിക്കളത്തിൽ നിന്ന് വിട്ടു നിൽക്കേണ്ടി വന്നത്. എന്നാൽ അദ്ദേഹത്തിൻ്റെ ടാലൻറ്റിൻ്റെ കാര്യത്തിൽ യാതൊരു വിധത്തിലൊരു സംശയമില്ല എന്നുള്ളതാണ്. ഇനി നമുക്ക് ലെഫ്റ്റ് ബാക്സിലേക്ക് വരുന്നൊരു സമയത്ത് 2 നല്ല ലെഫ്റ്റ് ബാക്കുകളുടെ സാന്നിധ്യം നമുക്ക് പറയാൻ പറ്റും. ഫസ്റ്റ് ചോയ്സിന് വേണ്ടി തന്നെ ഫൈറ്റ് ചെയ്യാൻ പറ്റുന്ന ഐബാൻ ദോഹ്ലിങ്ങും അതുപോലെ നവോച്ച സിംഗ് എന്ന് പറയുന്ന 2 പ്ലേയേഴ്സ്. ഐബാനാണ് ലാസ്റ്റ് സീസൺ ഫസ്റ്റ് ചോയ്സായിട്ട് ആദ്യം കളിച്ചത്. പക്ഷേ അദ്ദേഹം ഇഞ്ചുറി ആയിട്ട് പോയ സമയത്ത് നവോച്ച വന്നു. അദ്ദേഹം ആരാധകരെയൊക്കെ ഇഷ്ടപ്പെട്ടൊരു താരമായിട്ട് മാറി എന്നുള്ളതാണ്. അപ്പം അവിടെ ഒരു കോമ്പറ്റീഷൻ വരുന്നു എന്നുള്ളത് നല്ല കാര്യം തന്നെ. അതിനോടൊപ്പം സഹീഫും വരുന്നുണ്ട്. അദ്ദേഹം റിസർവിൽ നിന്ന് പ്രൊമോട്ട് ചെയ്യപ്പെട്ട താരമാണ്. ലാസ്റ്റ് സീസണിൽ അദ്ദേഹം GKFCയിൽ ലോണിലൊക്കെ പോയിരുന്നു. ഇദ്ദേഹത്തെ പറ്റി പറയുമ്പോഴത്തേക്കും ഒരു അറ്റാക്കിംഗ് ഇൻറ്റൻ്റ് ഉള്ളൊരു വിങ് ബാക്ക് എന്ന് പറയാൻ കഴിയുന്നൊരു താരമാണ്. ഇനി റൈറ്റ് ബാക്ക് പൊസിഷനിലേക്ക് വരുമ്പോഴത്തേക്കും സന്ദീപ് സിംഗ് ആണ് നമുക്കൊരു പ്ലെയർ എന്ന നിലയിൽ പറയാൻ കഴിയുക. സോ പിന്നെ പറയാൻ പറ്റുന്ന ഒരു പ്ലെയർ പ്രബീർ ദാസ് ആണ്. എങ്കിലും സന്ദീപ് സിംഗ് തന്നെ ആയിരിക്കും ഒരു ഫസ്റ്റ് ചോയ്സായിട്ട് വരിക എന്നാണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. സന്ദീപിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു അറ്റാക്കിംഗ് വൈസ് നോക്കുവാണെങ്കിൽ അത്രയും ഒരു കോൺട്രിബ്യൂഷൻ ഇല്ല. പക്ഷേ അദ്ദേഹം ഒരു ഡിഫെൻസീവ് വൈസ് നല്ലതാണ്. അദ്ദേഹത്തിൻ്റെ വർക്ക് റേറ്റ് നല്ലതാണ്. സോ ആ ഒരു ആറ്റിറ്റ്യൂഡിൽ കമ്മിറ്റ്മെൻറ്റിൽ കളിക്കുന്നൊരു പ്ലെയറാണ്. പ്രബീറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം അറ്റാക്കിങ്ങിൽ നല്ല ക്രോസസ് കൊടുക്കുമെങ്കിലും അദ്ദേഹം ഡിഫെൻസീവ്ലി എപ്പോഴും ബ്ലണ്ടേഴ്സ് കാണിക്കുന്ന ഒരു പ്ലെയറാണ് എന്നുള്ളത് നമുക്കറിയാവുന്നതാണ്. ഇതിലെ 4 ഡിഫൻഡേഴ്സ് ആരൊക്കെ ആയിരിക്കും കളിക്കുക എന്നുള്ളൊരു എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും റൈറ്റ് ബാക്കിൽ സന്ദീപ് സിംഗ്, ലെഫ്റ്റ് ബാക്കിൽ ഐബാൻ ദോഹ്ലിങ്, സെൻട്രൽ ബാക്സ് എന്ന നിലയിൽ കൊയ്ഫ് ആൻഡ് ഹോമി പാം. ഇങ്ങനെയാണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. പക്ഷേ ഈ പറഞ്ഞ പോലെ നമ്മുടെ ഈ ഒരു ലെഫ്റ്റ് ബാക്ക്, സെൻട്രൽ ബാക്ക് ഈ പൊസിഷൻസിലൊക്കെ ഡെപ്ത് ഉള്ളത് തീർച്ചയായിട്ടും ഗുണമാണ്. പിന്നെ
റൈറ്റ് ബാക്കിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഡെപ്ത് കുറവുണ്ട് ഉറപ്പായിട്ടും. കാരണം സന്ദീപാണ് ആ ഒരു പ്രതീക്ഷയുള്ളത്. പ്രബീറിൽ അത്ര വലിയൊരു പ്രതീക്ഷയൊന്നുമില്ല. പിന്നെ പറയാൻ പറ്റുന്നൊരു ആകെ ഒരു ആശ്വാസം നമുക്ക് നവോച്ചയെ പ്രീ സീസണിലൊക്കെ റൈറ്റ് ബാക്കിലാണ് കൂടുതൽ കളിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ അവിടെ കളിപ്പിച്ചേക്കാം ഒരു ആവശ്യം വരുമ്പോൾ, അല്ലെങ്കിൽ ഹോമിപ്പാവിനെ കളിപ്പിച്ചേക്കാം. അതാണ് ആ ഒരു മേഖലയിലെ ഒരു ആശ്വാസം എന്ന് പറയുന്നത്. സോ എന്താണ് KBFCയുടെ ഈ ഒരു ഡിഫൻസ് നിര, അല്ലെങ്കിൽ പ്രതിരോധ നിരയെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ ഒപ്പീനിയൻ തീർച്ചയായിട്ടും ഒന്ന് കമ്പോസ് ചെയ്യാൻ വേണ്ടി കാണിക്കാൻ സനിയ.